ഹലോ ഹായ് ഞാനിന്ന് വന്നിട്ടുള്ളത് ഇരുളൻ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമിനെ കുറിച്ച് സംസാരിക്കാനാണ്. എന്നെ ഫോളോ ചെയ്യുന്നവർക്കറിയാം ഞാനങ്ങനെ ഷോർട്ട് ഫിലിം ഒക്കെ തിരഞ്ഞെടുത്ത് പിടിച്ച് കാണുന്ന ഒരാളല്ല. അതുപോലെ തന്നെ കണ്ടാൽ തന്നെ ഞാനങ്ങനെ ഷോർട്ട് ഫിലിമിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഒന്നും ചെയ്യാറില്ല. പക്ഷേ ഇരുളൻ എന്ന് പറയുന്ന ഈ ഷോർട്ട് ഫിലിമിനെ കുറിച്ച് പറയണമെന്ന് എനിക്ക് തോന്നി. കാരണം കിടിലൻ ഒരു ഷോർട്ട് ഫിലിം ഒരു 20 മിനിറ്റ് നേരം കൊണ്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ ഷോർട്ട് ഫിലിമിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പായിട്ട് ഞാനിത് കാണാനിടയുള്ള ഒരു സാഹചര്യം പറയാം. ഞാൻ യൂട്യൂബിൽ കുറച്ച് വീഡിയോസൊക്കെ റെഫറൻസിങ് നോക്കുന്ന സമയത്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഒരു സജഷൻ വന്നു. ഭാവന സ്റ്റുഡിയോസിൻ്റെ ഒഫീഷ്യൽ പേജിലാണ് ആ ഒരു വീഡിയോ വന്നിട്ടുള്ളത്. അപ്പോൾ ഭാവന സ്റ്റുഡിയോസ് അറിയാലോ, നമ്മുടെ ശ്യാം പുഷ്കരൻ, ദിലീഷ് പോത്തൻ, ഫഹദ് ഫാസിൽ ടീമിൻ്റെ ഭാവന സ്റ്റുഡിയോ. അപ്പോൾ അവരുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ അങ്ങനെ ഒരു വീഡിയോ വരുമ്പോൾ സംതിങ് സ്പെഷ്യൽ, എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാവുമല്ലോ എന്നുള്ളത് കരുതിയിട്ട് ഞാനത് ക്ലിക്ക് ചെയ്ത് നോക്കി. കിടിലൻ ഒരു ഷോർട്ട് ഫിലിം. അത് എന്താ പറയുക, നമ്മൾ ഈ കാന്താര ലെവൽ അല്ലെങ്കിൽ മലയാളിയുടെ കാന്താര എന്ന് വേണമെങ്കിൽ പറയാം. ഞാനപ്പോൾ അത് കാന്താര ലെവൽ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അത് ഇത്തിരി ഓവറല്ലേ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം. നിങ്ങളൊരു 20 മിനിറ്റ് മാറ്റി വെച്ചിട്ട് നിങ്ങൾ ആ യൂട്യൂബിൽ കയറി ഇരുളൻ ഷോർട്ട് ഫിലിം കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഞാൻ വീണ്ടും എടുത്ത് പറയുന്നു, സിനിമയല്ല ഷോർട്ട് ഫിലിമാണ്. അതുകൊണ്ട് തന്നെ കാന്താര ലെവലിൽ ഒരു ഷോർട്ട് ഫിലിം ഇവിടെ, ആ ഒരു ചുരുങ്ങിയ ബഡ്ജറ്റിൽ ഒരു ഷോർട്ട് ഫിലിം ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ നോട്ട് ഈസി ജോബ്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. വിമൽ ജോബ് ദേവസ്യ എന്ന് പറയുന്ന ഒരു കക്ഷിയാണ് ഈ സിനിമ, ഈ ഷോർട്ട് ഫിലിം കഥ എഴുതി ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ ആഗ്രഹിക്കുകയാണ്. നല്ല പ്രൊട്ടക്ഷൻ കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ, പുള്ളി കിടിലൻ ഒരു ഒരു സിനിമ നമുക്ക് മലയാളികൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഒരു അങ്ങനെ ഒരു കാലിബർ ഉള്ള ഒരു കക്ഷിയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഇതിന് മുമ്പ് വേറെ വർക്ക് ചെയ്തിട്ടുണ്ടോ അതൊന്നും കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇരുളൻ എന്ന് പറയുന്ന ഈ ഷോർട്ട് ഫിലിം അദ്ദേഹത്തിനെ കണ്ടിട്ടുള്ളത്. ആ ഒരൊറ്റ ഷോർട്ട് ഫിലിം കൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്കമിങ് ഡയറക്ടറായിട്ട് മാറാൻ സാധ്യതയുള്ള ഒരാളാണ്. ഞാൻ ഇവിടെയുള്ള പ്രൊഡ്യൂസർമാർ ഇതാരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവരോട് പറയുന്നത്, ഒരുപാട് അപരാധ സിനിമകൾ നമ്മുടെ മലയാളത്തിലൊക്കെ ഉണ്ട്. നമ്മുടെ ക്വാളിറ്റി, നമ്മുടെ കണ്ടന്റ് ക്വാളിറ്റി നമ്മൾ എടുത്ത് പറയാറുണ്ട്. പക്ഷെ അതുപോലെ തന്നെ അതിനേക്കാൾ ഒരുപാട് സിനിമകൾ ഇവിടെ 8 നിലയിൽ പൊട്ടുന്നുണ്ട്. കുറേ ക്വാളിറ്റി ഇല്ലാത്ത കുറേ കൂതറ സിനിമകൾ എടുക്കുന്നുണ്ട്. അത്തരം ഡയറക്ടർമാരോട് പറയാനുള്ളത്, ദാ ഇതുപോലെ കഴിവുള്ള കുറേ ആളുകൾ പുറത്തുണ്ട്. അവർക്ക് ഒരു അവസരം കൊടുത്ത് നോക്കുക. നല്ല ക്വാളിറ്റി ഉള്ള പാൻ ഇന്ത്യൻ ലെവലിൽ ശ്രദ്ധിക്കപ്പെടാൻ കഴിയുന്ന തരത്തിലുള്ള സിനിമകൾ ചെയ്യാനുള്ള കാലിബറുള്ള ആളുകൾ ഇതാ ഇതുപോലെയുള്ള വിമൽ ജോബിൻ്റെ പോലെയുള്ള ആളുകൾ ഇവിടെ പുറത്തുണ്ട് എന്നുള്ളത് കൂടി ഈ വീഡിയോ കാണുന്ന പ്രൊഡ്യൂസർമാരോട് പറയുകയാണ്. ഇരുളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് വലിയൊരു ഭയങ്കരമായൊരു സ്റ്റോറി ഒന്നുമല്ല. ഒരു സിമ്പിൾ സ്റ്റോറി, കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ലാത്ത വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റോറിയാണ്. നമുക്കറിയാം രാത്രി ഷൂട്ട് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പരിപാടിയാണ്. അത് രാത്രി കാടിനിടക്ക് ഷൂട്ട് ചെയ്ത് അത് മികച്ച ക്വാളിറ്റിയിൽ ഒരു ഔട്ട് പുറത്തിറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ഈസി ജോബ്. അത് കിടിലനായിട്ട് അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. ആകെ ഒരു 3-4 ക്യാരക്ടർ മാത്രമേ ഉള്ളൂ. വെളുക്കൻ, അതുപോലെ തന്നെ പെരുമലയൻ, ഇരുളൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. ഇതിനകത്ത് ഷൈനാസാണ് ഇരുളൻ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. ഷൈനാസ് ഈ അടുത്ത കാലത്ത് നമ്മുടെ ആശാൻ സിനിമ, ലേറ്റസ്റ്റ് ഇറക്കിയ ആശാൻ സിനിമയിൽ നല്ല ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ഷൈനാസ്. നല്ല കാലിബറുള്ളൊരു ആക്ടറാണ് കേട്ടോ. നല്ല ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിക്ക് പൊളിക്കാൻ പറ്റും. അജിൻ ജോൺ ഫിലിം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇയാളെ എപ്പോഴത്തെയോ ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അത് ഷോർട്ട് ഫിലിം കഴിഞ്ഞ് ഞാനൊന്ന് തപ്പിത്തിരഞ്ഞ് നോക്കിയപ്പോഴാണ് നരിവേട്ടയിൽ ഒരു നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് പുള്ളി. പിന്നെ ഗൗരി ഉണ്ണിമായ നമ്മുടെ ഉപ്പും മുളക് ഫ്രെയിം കുറച്ച് നേരമുള്ളൂ, പക്ഷേ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ രതീഷ് PV ഒരു ക്യാരക്ടർ ചെയ്യുന്നു. ദേവിക എസ് ബിജു ഒരു ക്യാരക്ടർ ചെയ്യുന്നു. ഇത് ഒരു ഫോക്ലോർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഐതിഹ്യ കഥകളും വിശ്വാസ കഥകളും ഒക്കെ അങ്ങനത്തെ ഒരു ഫോക്ലോർ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. കോംപ്ലിക്കേറ്റഡ് ഉള്ള സിമ്പിൾ സ്റ്റോറിയാണ്. പക്ഷെ അതിന് അവർ കൊടുത്തിട്ടുള്ള കുറേ എലമെൻറ്റ്സ് ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ക്ലൈമാക്സിനോടൊക്കെ അടുക്ക പിടിച്ചൊരു 5-6 മിനിറ്റൊക്കെ ഗംഭീര പരിപാടിയാണ്. ഇതിൽ എടുത്തു പറയേണ്ടത് മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുള്ളത് അഭയ് ഡേവിഡ്. മാൻ, നിങ്ങൾ ഞാൻ പറയാലോ, ഈ ഷോർട്ട് ഫിലിമിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും സിനിമ കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ അവർ നല്ല കിടിലം പരിപാടി ചെയ്യും. അഭയ് ഡേവിഡ് എന്ന് പറയുന്ന ആ പേര് ഇനി ഭാവിയിലേക്ക് നല്ല സിനിമകളുടെ ഭാഗമാവാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സൗണ്ട് മിക്സിങ് വിനീത് എസ്തപ്പാൻ. ഇതിൻ്റെ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് പൊളിയാണ്, വൻ പൊളി. ഇതിൽ പ്രത്യേകിച്ച് ക്ലൈമാക്സിലൂടെ അടുക്ക പിടിച്ച് വരുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഓരോ വോക്കലിൻ്റെ കുറച്ച് പരിപാടി അറിയാമല്ലോ, ഫോക്ലോറുമായി ബന്ധപ്പെട്ട് അങ്ങനത്തെ ഒരു കൾച്ചർ പരിപാടിയാണ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ചിങ്ങനെ ഒരു വാമൊഴി വരമൊഴി പോലത്തെ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു മിക്സ് പരിപാടി പോകുന്നുണ്ട്. കിടിലം പരിപാടിയായിരുന്നു. അതുപോലെ തന്നെ ക്യാമറ ചെയ്തിരിക്കുന്നത് അജയ് ടി എ. പാട്ടിൽ നമ്മളങ്ങനെ
ഇരുട്ടത്ത് ഷൂട്ട് ചെയ്യുക എന്നുള്ളത് തന്നെ ഡിഫിക്കൽട്ടാണ്. അത് നല്ല ക്വാളിറ്റിയിൽ നല്ല മികച്ച ഫ്രെയിമിൽ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഇജാസ് നൗഷാദ്, കലക്കനായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ക്ലൈമാക്സ് പോർഷനിലൊക്കെ. പിന്നെ എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയത്, നെഗറ്റീവല്ല, ഒരു എന്താ പറയുക, ഒരു കൺഫ്യൂഷൻ തോന്നിയത് ഈ ഷോർട്ട് ഫിലിമിൻ്റെ ടൈറ്റിൽ ഇരുളൻ എന്നാണ് കേട്ടോ. അതിനു മുമ്പ് ഇരുളൻ എന്ന് പറയുന്ന ടൈറ്റിൽ സ്ക്രീനിൽ കൊണ്ടുവന്ന ടൈമിംഗ് ഒക്കെ ഉണ്ടല്ലോ, കലക്ക ടൈമിംഗ് ആണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞു വന്നത്, ഇരുളൻ എന്ന് പറയുന്ന ടൈറ്റിൽ എന്തുകൊണ്ടാണ് അവർ ഇട്ടതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല, അതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഇരുളൻ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ പെർസ്പെക്റ്റീവിലല്ല ഈ കഥ പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്തുകൊണ്ട് അങ്ങനെ ഇരുളൻ എന്ന് പേരിട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇത്തിരി കൺഫ്യൂഷൻസ് ഉണ്ട്. അതൊരു ഷോർട്ട് ഫിലിമിനെ ബാധിക്കുന്ന ഒരു സംഭവം എന്ന് പറയട്ടോ. നിങ്ങളൊന്ന് കണ്ടു നോക്കാം, ഒരു 20 മിനിറ്റ് നഷ്ടമാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടപ്പം തന്നെ ഞാൻ ക്യാമറ ഓൺ ആക്കിയതാ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗംഭീരമായിട്ടുള്ള കുറേ ടെക്നീഷ്യൻസ്, കലാകാരന്മാർ, മികച്ച പ്രൊഡക്ഷൻ പരിപാടി, നല്ല പ്രൊഡ്യൂസർമാരെ കിട്ടിക്കഴിഞ്ഞാൽ കലക്കൻ സിനിമ എടുക്കാൻ കഴിയുന്ന കാലിബറുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാരെയാണ് ഇന്നലെ ഈ ഇരുളൻ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ എനിക്ക് കിട്ടിയത്. അപ്പോൾ ഭാവിയിൽ നല്ല ഒരു സിനിമയുമായിട്ട് അവർ വരുമെന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്.